മകനല്ലയോ. ആരിതാ വരും ആരിതാ വരും യേശുരക്ഷകനല്ലയോ. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാടേ. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാടേ. കണ്ടുപോ ഒരു പാപിയൻ സ്നാനമേൽക്കുവാൻ കണ്ടുപോ ഒരു പാപിയൻ ദൈവസന്നിധിയിലേക്ക് നമുക്ക് എല്ലാവർക്കും അടുത്ത് വരാം. ഒരു നിമിഷം ഒരു നിമിഷം നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാട്ടെ. കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാമല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എസ്തേർ സനുവിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണോ ഈ വിശ്വാസ സ്നാനത്തിനായി നീ കടന്നു വന്നിട്ടുള്ളത്? ജീവിതത്തിൽ ദൈവം നൽകുന്നതായ ആയുഷ്കാലം മുഴുവനും ഈ വിശ്വാസ പ്രമാണത്തെ ചേർത്ത് പിടിച്ച് ഇതിൽ നിലനിന്ന് ജീവിക്കാനായിട്ട് നീ ദൈവം മുൻപാകെ ആഴമായ സമർപ്പണവും തീരുമാനവും എടുത്തിട്ടുണ്ടോ? ദൈവമായ കർത്താവ് ഈ പ്രിയ പൈതലിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കാനിടയായി തീരട്ടെ. ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ 2025 വർഷങ്ങൾക്ക് മുൻപ് ഉന്നതിയെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് കടന്നു വരികയും മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ വീണ്ടും മടങ്ങി വരുമെന്ന് അരുളി ചെയ്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോവുകയും തന്നിൽ വിശ്വസിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ അടയ്ക്കുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ എസ്തേർ സനു വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തേണമെന്നുള്ള ദൈവത്തിന്റെ വചനത്തെ ആധികാരികമായി ഓർപ്പിച്ചുകൊണ്ടും പ്രിയ പൈതലിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെ വഹിച്ചുകൊണ്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ പ്രിയ പൈതലിനെ ഞാൻ നിമജ്ജനം ചെയ്തുകൊള്ളുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം, എല്ലാ ജീവകിരീടം നീ പ്രാപിക്കും. ദൈവമായ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട പൈതലിന് കർത്താവിനെ ചേരുവാനായിട്ട് സ്നാനത്തിലേക്ക് കടന്നു വരുവാൻ കൃപ ചെയ്തല്ലോ. ഇവിടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈതലിനെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ വല്ല സഹായിക്കണമേ. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. പാപത്തെയും ശാപത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും.
യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഗ്രഹാം സനുവിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണോ ഈ സ്നാനത്തിനായി നീ കടന്നു വന്നിട്ടുള്ളത്? ജീവിതത്തിൽ നിനക്ക് നൽകുന്നതായ എല്ലാ കാലഘട്ടങ്ങളും ഈ വിശ്വാസ പ്രമാണത്തെ കാത്തു സൂക്ഷിച്ച് വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാമെന്ന് നീ ദൈവസന്നിധിയിൽ ആഴമായ ഉടമ്പടിയും തീരുമാനമെടുത്തിട്ടുണ്ടോ? ദൈവമായ കർത്താവെ, പ്രിയ പൈതലിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവസമയം വളരെ പ്രാർത്ഥനയോടെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാമല്ലോ. 2025 വർഷങ്ങൾക്ക് മുൻപ് ഉന്നതത്തെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ പിറന്ന് ഈ ലോകത്തെ ജീവിച്ച് മനുഷ്യ അടയ്ക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തന്നിൽ വിശ്വസിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞ് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോവുകയും മനുഷ്യവർഗത്തിനു വേണ്ടി മധ്യസ്ഥനയ്ക്കുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ഗ്രഹാം സനു വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവത്തിന്റെ വചനത്തെ ആധികാരികമായി ഓർപ്പിച്ചുകൊണ്ടും പ്രിയപ്പെട്ട പൈതലിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ നിലനിന്നുകൊണ്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ ഞാൻ ഇവനെ നിബന്ധനം ചെയ്തുകൊള്ളുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാ ജീവകിരീടം നീ പ്രാപിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ പൈതലിനെ കർത്താവിനോട് ചേരുവാനായിട്ടിടയായി തീർന്നല്ലോ. പ്രിയ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും പകരണമേ. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. വിശ്വസ്തയോടെ നിലനിൽപ്പാൻ കൃപ ചെയ്യണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. വളരെ മനോഹരമായിട്ടുള്ള ഈ നല്ല സന്ദർഭത്തിനായിട്ട് പിന്നെയും കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. സ്നാനം എന്ന് പറയുന്നത് വളരെ മഹനീയമായ, വളരെ മഹത്വരമായ ഒരു ശുശ്രൂഷ തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കാര്യങ്ങൾ വളരെ കൃത്യമായ തലത്തിൽ ഓർപ്പിച്ചിട്ടുള്ളത് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ധനവാന്റെ മരണശേഷം താൻ യാതനാ സ്ഥലത്ത് കിടക്കുമ്പോൾ താൻ കണ്ടതായ ഒരു കാഴ്ചയുണ്ട്. അത് ലാസർ അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിക്കുന്നതായ കാഴ്ചയായിരുന്നു. ആ കാഴ്ച കണ്ടിട്ട് അബ്രഹാമിനോട് ധനവാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവനെ ഒരല്പസമയം എൻ്റെ അരികിലേക്ക് അയക്കുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം കേട്ടിട്ട് അബ്രഹാം അത് അസാധ്യമാണെന്ന് പറയുമ്പോൾ, ഞാൻ ഈ യാതനാ സ്ഥലത്ത് കടന്നു വന്നത് ഞാൻ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്തത് കൊണ്ടാണെന്നുള്ള ബോധ്യത തനിക്കുണ്ടായിട്ട് എൻ്റെ അവസ്ഥ എൻ്റെ സഹോദരന്മാർക്ക് വരാതിരിക്കേണ്ടതിന് ലാസറിനെ എൻ്റെ സഹോദരന്മാരുടെ അരികിലേക്കൊന്ന് അയക്കണം എന്ന് പറയുന്നതായ ആഴമായ പ്രസ്താവനയുണ്ട്. ഞാൻ ഈ പദം ഇപ്പോൾ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആത്മാവിന്റെ നിത്യത എന്ന് പറയുന്നത് നമ്മുടെ മാനസാന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് സ്നാനവുമായി ബന്ധപ്പെട്ട പദങ്ങളിലൂടെയാണ് നിൽക്കുന്നത്. യേശു അതുകൊണ്ടാണ് മുമ്പ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സകല നീതി നിവൃത്തിയാകണമെന്ന് പറഞ്ഞ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാനായിട്ട് യേശു യോർദാനിലേക്ക് ഇറങ്ങി ചെന്നു. അപ്പോൾ നിത്യതയുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ നീതി നിർവഹണത്തിന്റെ ഭാഗമാകൊണ്ട് കൂടി വന്നിരിക്കുന്ന ജനത്തോട് ഞാൻ ചോദിക്കുന്നു, ഇതുവരെയും നിങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ല. ആത്മാവിന്റെ നിത്യതയ്ക്കായി സ്നാനത്തിന്റെ ആവശ്യകത വളരെ വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും ഈ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ആ തലങ്ങളിൽ സ്നാനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരമുണ്ടെന്ന് ഈ സമയത്ത് ഞാൻ പരസ്യമായിട്ട് അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വരും നാളുകളിൽ നിശ്ചയമായിട്ടും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു വരുവാനും ആ തലത്തിൽ നിത്യതയുടെ അവകാശികളായി തീരുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
എന്നാഴമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒപ്പമായി ഇന്ന് സ്നാനപ്പെട്ടതായ വാഴ്ചയിലെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നടത്തി അവർക്ക് നിത്യതയിൽ എത്തിപ്പെടുവാനായിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് ദാനി പാസ്റ്റർ പരസ്യമായിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുക കൂടെ ചെയ്യും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പകലിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജലത്തിൽ സാക്ഷീകരിപ്പാൻ, സ്നാനം സ്വീകരിപ്പാൻ ആഗ്രഹത്തോടെ കടന്നു വന്ന രണ്ട് കുഞ്ഞുങ്ങളെ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷ ചെയ്ത് ഈ ശുശ്രൂഷയെ അനുഗ്രഹിപ്പാൻ ദൈവം അവസരമൊരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ ഭാവി അനുഗ്രഹിക്കണം. അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ആത്മിക ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിപ്പാനും തങ്ങൾ പ്രാപിച്ച അനുഭവങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും അനേകരെ അതിലേക്ക് ആകർഷിക്കുവാനും അവർക്ക് കൃപ നൽകണം. ഈ ശുശ്രൂഷയ്ക്കായി അങ്ങനെ ഭൃത്യനെ കർത്താവ് ഒരുക്കിയതിനാലും ശുശ്രൂഷ അനുഗ്രഹകരമായി നിർവഹിക്കാൻ സഹായിച്ചതിനാലും കർത്താവിനെ വാഴ്ത്തുകയാണ്. കർത്താവെ, ഇന്ന് കാഴ്ചക്കാരായി ഇവിടെ പലരും ഉണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ. അവരിൽ ആർക്കെങ്കിലും ഇതുവരെ സ്നാനപ്പെടാൻ അവസരം ലഭിക്കാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നതുകൊണ്ട് ഈ സന്ദർഭം അവർക്ക് ഒരു സാക്ഷ്യമായി തീരുന്നതിനായി കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അനേകരെ സ്നാനപ്പെടുത്തുവാൻ ഈ പുതുവത്സരത്തിൽ ഞങ്ങൾക്ക് സഭയായി ആ അവസരം ഒരുക്കി തരണമേ. ഞങ്ങളെ പോലെയുള്ള കൂട്ടായ്മകളിലേക്ക് അനേക പുതിയ ആത്മാക്കളെ ദൈവം അനുഗ്രഹിച്ച് അയക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കാതെ എല്ലാ മഹത്വവും ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോട് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും ഇപ്പോൾ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോടുകൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, ആമേൻ. ആമേൻ. ഈ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കും.